പ്രാർത്ഥിച്ച കാലഘട്ടങ്ങളിൽ വിശുദ്ധ യൂദാസ് തദേവൂസിൻ്റെ തിരുനാളിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള ഈ അടുത്ത ദിവസങ്ങളിലേക്ക് ഞങ്ങൾ ഒരുക്കിയ പരിശുദ്ധ അമ്മയുടെ സഹായത്തിന് നന്ദി പറയുന്നു. വാനമേഖലകളിലെന്നും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയായി എന്നും ഇവിടെ ഉണ്ടാവണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ാണ് നമ്മൾ ഇപ്രകാരം ചെയ്യുന്നത്. അമ്മ ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് കാരണമാക്കിയ പരിശുദ്ധ മറിയത്തിന് പ്രത്യേകം നന്ദി പറയാം. അതോടൊപ്പം ഇനി അടുത്ത തിരുനാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് നമുക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സംസർഗവും
യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഖ്യകാരണിക്ക് ബഹുമാനപ്പെട്ട മറ്റൊന്നച്ഛൻ, ബഹുമാനപ്പെട്ട വികാരിയച്ഛ, പ്രിയ മാതൃവേദി അംഗങ്ങളെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ച് വളരെ സുന്ദരമായ സന്തോഷം നിറഞ്ഞ ഒരു ദിനത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു 15 ദിവസം ഒക്ടോബർ മുതൽ 15-ാം തീയതി വരെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധ ജപമാലയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നാം വിശുദ്ധന്റെ തിരുനാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. ഈ ഒരു 15 ദിവസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയുടെ കരങ്ങൾ പിടിച്ച് അമ്മയുടെ പ്രാർത്ഥിസ്ഥം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളാണ്. ക്രിസ്തമ്മയുടെ എല്ലാ കൃപാവരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ജപമാലയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് തുടങ്ങുക 16-ാം നൂറ്റാണ്ടിലാണ്. അതിനൊരു ചരിത്രമുണ്ട്. മുസ്ലിം അധിനിവേശ കാലത്ത് തുർക്കികൾ യൂറോപ്പ് കീഴടക്കാനായിട്ട് തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു ദിവസത്തിൽ 1571 ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് ഈ 3 രാജ്യങ്ങൾ ഇസ്ലാമിക സേനയുമായിട്ട് തുർക്കികളുമായിട്ട് യുദ്ധം ആരംഭിച്ചു. ഈ ഒരു നിമിഷത്തിൽ പിയൂസ് 5-ാമൻ പാപ്പ യൂറോപ്പ് മുഴുവനോട് ജപമാല ചൊല്ലി ശക്തമായി പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്യും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ വ്യക്തിപരമായിട്ടും കുടുംബത്തിലൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇതിന് വേണ്ടി എല്ലാം ആചരിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. ജിൻഡോ, ആഗസ്റ്റിൻ, റോസാക്കുട്ടി